എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്ത സോളാർ ചാർജ് കൺട്രോളർ അല്ലെങ്കിൽ MPPTയുടെ തുടർഭാഗമാണിത്. അപ്പോൾ ഈ തുടർഭാഗത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടെന്നാൽ MPPTയെക്കുറിച്ച് വിശദമായിട്ട് ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ വിശദീകരിച്ചതുകൊണ്ടാണ് കൂടുതലൊന്നും കടക്കാത്തത്. അപ്പോൾ നമ്മൾ ചെയ്ത ഈ MPPTയുടെ വീഡിയോ വളരെയധികം ലെങ്തി ആയതുകൊണ്ട് 2 ഭാഗങ്ങളായിട്ട് നമുക്ക് കാണിക്കുവാൻ വയ്യാത്തതുകൊണ്ട് 3 ഭാഗങ്ങളായിട്ടാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ 1, 2, 3 ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും അസംബിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. കൂടാതെ ഇത് ഒരു ക്യാബിനറ്റിലാക്കി നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാവുന്ന തരത്തിലാക്കുന്ന വീഡിയോ കൂടിയുണ്ട്. അതുകൂടി കയറി കാണുക. അപ്പോൾ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ മനസ്സിലാവും. ഇതിൻ്റെ 2ാം ഭാഗത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ബോർഡിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് മോസ്ഫെറ്റും ഡയോഡുകളാണ് ഇവിടെ ഇടാനുള്ളത്. അപ്പോൾ ഇവിടെ വരുന്ന വലിയ മോസ്ഫെറ്റിൽ ഫസ്റ്റ് ഇടുന്നത് മോസ്ഫെറ്റാണ്, സെക്കൻഡ് ഇടുന്നത് മോസ്ഫെറ്റ്, തേർഡ് ഇടുന്നത് മോസ്ഫെറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയോഡാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ മോസ്ഫെറ്റ്, വീണ്ടും ഡയോഡ്, വീണ്ടും മോസ്ഫെറ്റ്, വീണ്ടും ഡയോഡ്. 3 ഡയോഡുകളും 5 മോസ്ഫെറ്റുകളാണ് ഇതിൽ വരുന്നത്. മോസ്ഫെറ്റ് IRFP 4668 അതേപോലെ ഡയോഡ് വരുന്നത് U30D 20C ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഹീറ്റ് സിങ്ക്. അപ്പോൾ ഹീറ്റ് സിങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 കമ്പോണൻറ്റുകൾ അല്ലെങ്കിൽ 5 മോസ്ഫെറ്റും 3 ഡയോഡുകളാണ് ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ പുറകിൽ ബോർഡിൽ കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ സ്പേസ് ആണ് ഈ കാണുന്നത്. ഇതെല്ലാം സ്ക്രൂ ഇടാനുള്ള ഒരു കണക്കിനാണ് സ്ക്രോൾ ചെയ്ത് വന്നിരിക്കുന്നത്. അതുപോലെ മോസ്ഫെറ്റ് ഇവിടെ ഇടുമ്പോൾ അല്ലെങ്കിൽ ഡയോഡുകളൊക്കെ ഇടുമ്പോൾ ഇതിൽ സ്പേസർ വെക്കേണ്ട ആവശ്യമുണ്ട്. അതായത് മൈക്ക ഷീറ്റാണ്. ഇതേപോലെ മൈക്ക ഷീറ്റുകളാണ് വെക്കേണ്ടത്. ഈ മൈക്ക ഷീറ്റുകൾ സ്പേസർ പോലെ വെച്ച ശേഷമേ ഇതിൽ മോസ്ഫെറ്റ് ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. മോസ്ഫെറ്റിൻ്റെ ഭാഗം ഡയറക്റ്റ് ഇതിൽ ടച്ച് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതേമാതിരി ആണ് ഇതിൻ്റെ സ്ക്രൂ വരുന്നത്. ബേസിൽ വരുന്ന സ്ക്രൂ ആണിത്. ഇതേപോലുള്ള വലിയ സ്ക്രൂകൾ വാങ്ങാൻ കിട്ടും. ഹീറ്റ് സിങ്ക് ആയിട്ട് 3 ഫെൻസിങ് അല്ലെങ്കിൽ 4 ഫെൻസിങ് വരെ, 1, 2, 3 ഫെൻസിങ് വരെ ഈ സ്ക്രൂ എത്തുന്ന മാതിരി വേണം വലിയ സ്ക്രൂകൾ ഇടാൻ. സ്ലിപ്പ് ആകാതിരിക്കാനാണ് ഇത്രയും ഫെൻസിങ്ങിലോട്ട് കയറ്റുന്നത്. അതേപോലെ ഇതും അത്യാവശ്യം നീളമുള്ള സ്ക്രൂ തന്നെ ഇടുക. കാരണം സ്പേസറുണ്ട്. ഡയോഡിന് അല്ലെങ്കിൽ മോസ്ഫെറ്റിന് കട്ടിയുള്ളതുകൊണ്ട് നന്നായിട്ട് പിടിച്ചിരിക്കുന്നതിന് ഏകദേശം 1/2 ഇഞ്ച് വലുപ്പമുള്ള സ്ക്രൂ തന്നെ ഇടുക. 5 ഫെൻസിങ് ആണ് ഇതിനുള്ളത്. 1, 2, 3, 4, 5 ഫെൻസിങ്. ഈ ഹീറ്റ് സിങ്കിൽ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. മോസ്ഫെറ്റ് വരുന്ന ഭാഗം M എന്ന് കൊടുത്തിട്ടുണ്ട്, ഡയോഡ് വരുന്ന ഭാഗം D എന്നും കൊടുത്തിട്ടുണ്ട്. കൃത്യം നോക്കി വേണം നിങ്ങൾ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട്. എല്ലാം നമ്മളിപ്പോൾ ഈ ബോർഡിൽ ഇത്രയും സെറ്റ് ചെയ്തേക്കുന്നത് കൊണ്ട് ഹീറ്റ് സിങ്ക് ഉറപ്പിച്ചിട്ട് നമുക്ക് ഓരോ കമ്പോണൻറ്റും ഇടുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹീറ്റ് സിങ്കിൽ മോസ്ഫെറ്റും ഡയോഡുകളെല്ലാം ലെവൽ ചെയ്ത് സ്ക്രൂ ചെയ്ത് ഇതിൽ കയറുന്ന മാതിരി വെച്ച ശേഷം നേരെ ഇതിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കുന്നതാണ്. സ്ക്രൂകളിൽ അഴിച്ച് പുറകിൽ ഫിറ്റ് ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് ടൈം ചെയ്യേണ്ടത് മോസ്ഫെറ്റുകളെല്ലാം ഇതിൽ പിടിപ്പിക്കുക, അതേപോലെ ഡയോഡുകളെല്ലാം ഇതിൽ പിടിപ്പിക്കുക.
ഇനി നമുക്ക് ഈ ബോർഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അതിനായി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പവർ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ DC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതായത് 4 ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൾട്ടിമീറ്ററിലൊന്ന് നോക്കാം. 49.8 വോൾട്ടാണ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. സ്റ്റാർട്ടിങ് ബിഗിനിങ് എന്നാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ BVH കട്ട്, അത് കഴിഞ്ഞാൽ ലോഗോ നെയിമാണ് വരുന്നത്. പിന്നെ സോളാർ വോൾട്ടാണ്, ബാറ്ററി വോൾട്ട്, ചാർജിങ് കറണ്ട്, ടോട്ടൽ കിലോ വാട്ട്. പിന്നെ വീണ്ടും ഇതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിനി സോളാർ ഒന്ന് ഓൺ ചെയ്യാം. സോളാർ ഇവിടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്, പാനൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഗ്രീൻ ലൈറ്റ്, യെല്ലോ ലൈറ്റ്, ചാർജിങ്, സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് സോളാറിൻ്റെ വോൾട്ട് ഒന്ന് നോക്കാം. 63-60 വോൾട്ട് അടുത്താണ് നമുക്കിവിടെ സോളാർ ഇപ്പോൾ വോൾട്ട് കാണുന്നത്. ലോഡ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാണിക്കും. ഇപ്പോൾ ലോഡ് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഏകദേശം 60-63 വോൾട്ട് കാണിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സെറ്റപ്പ് സൈഡിലോട്ടൊന്ന് പോകാം. എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ സെറ്റപ്പ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. എല്ലാ ഇൻഡിക്കേറ്ററും സെറ്റപ്പ് ആക്ടിവേറ്റ് ആകുമ്പോൾ തെളിയുന്നതാണ്. ആദ്യം വരുന്നത് ബാറ്ററി ബാങ്ക് വോൾട്ടാണ്, അതായത് എത്ര ബാറ്ററി ആണെന്ന് ഉള്ളതാണ്. രണ്ടാമത് വരുന്നത് ബാറ്ററി വോൾട്ടാണ്, ബാറ്ററിയിൽ വരുന്ന ബാറ്ററി കാലിബ്രേഷൻ. ബാറ്ററി കാലിബ്രേഷനിൽ വോൾട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ പ്ലസ് മൈനസ് അടിച്ചിട്ട്, അതായത് ഈ ബ്ലാക്ക് മൈനസ്, റെഡ് പ്ലസ്, അപ്പ് ആൻഡ് ഡൗൺ ആണ്, അതടിച്ചിട്ട് നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതാണ്. അടുത്തത് സോളാർ വോൾട്ടാണ്. സോളാർ വോൾട്ട് നമുക്കിവിടെ കിട്ടുന്ന വോൾട്ട് എത്രയാണോ അത് കാലിബ്രേറ്റ് ചെയ്യാം. ഏകദേശം 81 വോൾട്ട് ഉണ്ട്. ഇത് ഏകദേശം മാച്ചാണ്. അടുത്തത് SMPS വോൾട്ടാണ്. ഇവിടെ ഇതാണ് SMPS സർക്യൂട്ട്. ഈ SMPS സർക്യൂട്ട് വഴിയാണ് മൈക്രോ കൺട്രോളറും ഈ റിലേ കോണ്ടാക്റ്റും വർക്കാവുന്നത്. അതായത് മൈക്രോ കൺട്രോളറിലോട്ട് ഇത് ഒരു 12 വോൾട്ട് പോകും. അത് ഇവിടെ വന്നിട്ട് 7005 വോൾട്ട് ആക്കിയിട്ടാണ് മൈക്രോ കൺട്രോളറിലോട്ട് വിടുന്നത്. അടുത്തത് ഒരു 12 വോൾട്ട് വന്നിട്ട് ഈ റിലേ ഭാഗം പ്രവർത്തിക്കാനുള്ളതാണ്. കൂടാതെ മോസ്ഫെറ്റിലോട്ടും പോകുന്നതാണ്. അടുത്തത് S0 ആണ്. S0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ചാർജിങ്ങിനുള്ള ആംബിയർ എത്തുന്നതോടുകൂടിയാണ് ഈ S0യിൽ ചേഞ്ച് വരുത്തേണ്ടത്. രാവിലത്തെ ടൈം ആണെങ്കിൽ S0 വളരെയധികം കുറച്ചാലേ നമുക്ക് ആംബിയർ കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഡിസ്പ്ലേയിൽ കാണുന്നതല്ല. ഡിജിറ്റൽ ക്ലാമ്പ് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ രാവിലെ മുതലുള്ള ആംബിയർ കാണാം. അപ്പോൾ ഇതിൽ വ്യത്യാസം വരുത്തുക. 1.2 ആണ്, അത് മൈനസ് ചെയ്ത് കൊണ്ടുവരിക. 1ലും താഴെ കൊണ്ടുവരുമ്പോഴത്തേക്കും ആംബിയർ എല്ലാം കോൾ ചെയ്യുന്നതാണ്. അടുത്തത് ഹെസ്പാൻ ആണ്. ഇതും ആംബിയർ കാലിബ്രേഷൻ ആണ്. പാനലിന്റെ ആംബിയർ കാലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. അടുത്തത് കറണ്ട് സെലക്ഷൻ ആണ്. നമ്മളിപ്പോൾ എത്ര ആംബിയറിന്റെ MPPT ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ആ ആംബിയറിന്റെ കറണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാവുന്നതാണ്. നമ്മളിപ്പോൾ ഇത് 60 ആംബിയറിൻ്റെ 60 ആംബിയറാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് ബാറ്ററി വോൾട്ട് ഹൈക്കട്ടാണ്. ബാറ്ററി വോൾട്ട് ചാർജ് ആയത് ഫുള്ളാകുമ്പോൾ കട്ട് ചെയ്യാനുള്ളതാണ്. അതായത് 56.8 ആണ്, 4 ബാറ്ററിയുടെ കണക്കാണ്. അടുത്തത് VOC മാക്സ് ആണ്. അതായത് പാനലിൽ നിന്നും വരുന്ന മാക്സിമം വോൾട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ 3 പാനലുകൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അടുത്തത് റിലേ മിനിമം ആണ്. റിലേ മിനിമം പിടിക്കാനുള്ളതാണ്. അതായത് സോളാറിൽ നിന്നും ഗ്രിഡിലോട്ട് പോകാനുള്ളതാണ് റിലേ മിനിമം. റിലേ മാക്സ് എന്ന് ഉദ്ദേശിച്ചത് ഫുൾ ചാർജ് ആയ ശേഷം സോളാർ ലൈവിലോട്ട് പോകാനുള്ളതാണ്. അതായത് ഇൻവെർട്ടർ സ്റ്റാർട്ട് ആവുന്നതാണ്. അടുത്തത് കിലോ വാട്ട് സെലക്ഷൻ ആണ്. എത്ര പ്രൊഡക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് കിലോ വാട്ട് സെലക്ഷൻ. അടുത്തത് ഓട്ടോയിൻ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്നതിന് 1x ആണ് വേണ്ടത്. 13 സെറ്റപ്പ് മോഡാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഈ സെറ്റപ്പ് മോഡ് ആക്ടിവേറ്റ് ആയിരിക്കുമ്പോൾ, അതായത് സെറ്റപ്പിലോട്ട് കടക്കുമ്പോൾ കൂളിംഗ് ഫാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത് സെറ്റപ്പ് എല്ലാം സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ രാവിലത്തെ സമയമായതുകൊണ്ട് ബാറ്ററി ചാർജിങ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 0.4 ആണ് രാവിലത്തെ ടൈം. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. 6 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിട്ടുള്ളൂ. ഏപ്രിൽ 30 സാറ്റർഡേ. ഒരു 1 ആംബിയറിന് മുകളിലോട്ടൊക്കെ വന്നാലേ ഡിസ്പ്ലേയിൽ ചാർജിങ് ആംബിയർ കാണാൻ പറ്റുകയുള്ളൂ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി.
ഇങ്ങനെയാണ് നമ്മൾ ഒരു MPPT A to Z അസംബിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗം നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആദ്യം ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം മാത്രമേ ഈ രണ്ടാം ഭാഗം കാണുവാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഒന്നാം ഭാഗം കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.